ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിലിട്ട പഴുത്ത ചക്കയാണ് ഇത്. നല്ല തേൻ വരിക്കയാണ്, അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ മധുരവുമാണ് ഇതിന്. ഇന്ന് ഈ ചക്ക കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയാലോ എന്നാണ്. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ചക്ക കൊണ്ടുള്ള ഒരു അട തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ചുളകളെല്ലാം ഇതുപോലെ അടർത്തിയെടുത്തു. ഓരോ ചുളകൾ പാത്രത്തിലേക്ക് ഇടുമ്പോഴും അതിന് ഇരട്ടി കഴിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അത്ര ടേസ്റ്റായിരുന്നു, നല്ല മധുരവുമാണ്. അങ്ങനെ നമ്മുടെ ചക്കച്ചുളകളെല്ലാം ഇതുപോലെ തയ്യാറായി കഴിഞ്ഞു. ചക്കയെക്കുറിച്ച് പ്രത്യേകിച്ച് ആരോടും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത്രയ്ക്ക് പോഷക സമ്പുഷ്ടമാണ് നമ്മുടെ ചക്ക. പച്ചച്ചക്കയാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക്, അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് എല്ലാം വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ചക്ക കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഉണ്ട്. നമ്മുടെ പ്രകൃതി നമുക്ക് തന്ന ഒരു വരദാനം തന്നെയാണ് ഈ ചക്ക. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനെ കഴിയുന്നതും എത്രത്തോളം ഉപയോഗിക്കാമോ അത്രയും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചക്കച്ചുളകളെല്ലാം തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി നമുക്ക് അടയ്ക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കിയെടുക്കാം. മാവിനാവശ്യമായ പൊടി ഇടുന്നതും അത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുമായ വീഡിയോ എന്നത്തെയും പോലെ തന്നെ ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തതെന്ന് ഞാൻ പറയാം. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ പൊടി ആവശ്യാനുസരണം എടുത്ത് അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ അടയ്ക്കും കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ നല്ല ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റായിരിക്കും ഈ അട. അങ്ങനെ നമ്മുടെ മാവ് തയ്യാറായി. ഇനി അടുത്തതായി ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഉണ്ടച്ചക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മധുരത്തിനാവശ്യമായ ചക്കര ഒരു പാത്രത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചക്കച്ചുള ഇതുപോലെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത്രയും ചെറുതാക്കാമോ അത്രയും നല്ലതാണ്. ഫ്ലേവറിന് ആവശ്യമായ ഏലക്കയാണിത്. ഞാനൊരു 1 ഗ്ലാസ് വെള്ളമാണ് ഈ ഉണ്ടച്ചക്കര തിളപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഈ ചക്കരയെല്ലാം ഈ വെള്ളത്തിനകത്തിൽ അലിയണം. ചക്കര ഈ വാങ്ങിക്കുന്ന ഉണ്ടച്ചക്കരയ്ക്കകത്തിൽ കുറേ അഴുക്കുകളൊക്കെ കാണും. ഈ അഴുക്കുകളും എല്ലാം കൂടാണ് ഇങ്ങനെ ഈ പത പോലൊക്കെ വരുന്നത്. അപ്പം നമ്മളിത് അരിച്ചെടുത്ത് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ നമ്മുടെ ചക്കരപ്പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് ഒട്ടും ഇതിനകത്ത് തരിയില്ല. ചക്കരപ്പാനി ആറിക്കഴിയുമ്പോൾ അതിനെ അരിച്ചെടുത്തിട്ട് ഒരു പാനിലിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക. ആ തിളയ്ക്കുന്നതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കച്ചുള ഇട്ട് കൊടുക്കണം. ഈ ചക്കരപ്പാനിക്കകത്ത് കിടന്ന് വേണം ഈ ചക്കച്ചുള ഇനി വെന്തെടുക്കാൻ. മുഴുവൻ ചുളകളും അതിൽ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വരിക്കച്ചക്ക ആയതുകൊണ്ട് ഇതിന് ചെറിയ വേവുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് തീ കൂട്ടിയതിന് ശേഷം പിന്നീട് ചെറിയ തീയിലിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. ചിലർ ഇതുപോലത്തെ അട നമ്മൾ ചക്ക വഴറ്റിയെടുക്കുമല്ലോ, കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് വഴറ്റിയെടുക്കും. അതുപോലുള്ള വഴറ്റിയ ചക്ക കൊണ്ട് ഇതുപോലുള്ള അട ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇനി ഇതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം ഉപ്പും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ സ്വാദ് ക്രമീകരിക്കാനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കണം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സപ്പ് ചെയ്യുക. ഏകദേശം നമ്മുടെ ചക്കരപ്പാനിയൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരമുറി ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ തേങ്ങായും ചക്കരപ്പാനിയും ചക്കച്ചുള അരിഞ്ഞതും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ടുകളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനായിട്ട് ഒരു വാഴയില എടുത്തിട്ട് അതിലേക്ക് വളരെ നേർമയായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ പരത്തി കൊടുക്കാം. അതിനുശേഷം ഈ മാവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ടുകൂടി ഇതുപോലെ ചേർത്ത് നൈസായിട്ട് പരത്തി അതിനുശേഷം ഇവ മടക്കി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വാഴയിലയുടെ പുറത്ത് അല്പം നെയ്യോ എണ്ണയോ തടവിയിട്ട് പരത്തുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഇത് ഈ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരത്തി കൊടുക്കുമ്പോൾ അല്പം തണുത്ത വെള്ളത്തിൽ കൈ മുക്കി മുക്കി വേണം ഇത് പരത്തി കൊടുക്കാൻ. അപ്പം വളരെ എളുപ്പമായിരിക്കും. ആവിയിൽ പുഴുങ്ങുന്ന നമ്മുടെ പലഹാരങ്ങളെല്ലാം വളരെയധികം ശരീരത്തിന് ഉത്തമമാണ്. കാരണം ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതിൻ്റെ പോഷകങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അങ്ങനെ നമ്മളുടെ അടകൾ ഓരോന്നായിട്ടിങ്ങനെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇവയെല്ലാം നമുക്ക് ആവിയിൽ ഒരുമിച്ച് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കയട എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ ആവി മണം വരുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം രുചികരമാണെന്ന്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഏലക്ക, അതുപോലെ ഉണ്ടച്ചക്കര, ഇതെല്ലാം കൂടെ മിക്സായിട്ടുള്ള ഒരു മണം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് തോന്നും. ഇത് നമ്മുടെ കുട്ടികൾക്ക് 4 മണി പലഹാരമായും ബ്രേക്ക്ഫാസ്റ്റായും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുവാൻ വളരെ നല്ലതാണ്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഉണ്ടച്ചക്കരയിൽ ഒരുപാട് അയൺ കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തേങ്ങ, ചക്ക, പഴുത്ത ചക്ക, അതുപോലെ അരിപ്പൊടി, ഇവയെല്ലാം വളരെയധികം പോഷകസമൃദ്ധമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുവാൻ ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.